എൻ്റെ വിനീത സ്നേഹവന്ദനം ആരംഭത്തിൽ അറിയിക്കുന്നു. ആളുകളുടെ പേര് പരാമർശിക്കുമ്പോൾ സമയം കൂടുതലെടുത്തേക്കാം എന്ന് കരുതിക്കൊണ്ടാണ് അവരെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഇവിടെ ഉണ്ടായി. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട പോലെ എല്ലാവരെയും ഞാൻ സർവാത്മന ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അർഹമായ ആദരവെല്ലാം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പേരുകൾ പറയാതിരിക്കുന്നത്. പ്രിയ സുഹൃത്ത് ഷിബു മുള്ളങ്കാട്ടിൽ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെയൊരു മീറ്റിങ്ങിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. എനിക്ക് ഏറ്റവും അടുത്തും കൂടി ആയിരുന്നു. എൻ്റെ ഭാര്യ റോസമ്മയും വന്നിട്ടുണ്ട്, മറ്റ് സഹോദരിമാരെ പോലെ. ഞങ്ങളിവിടെ ഈ ക്യാമ്പസിനോട് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് എനിക്കിന്ന് ഇവിടെ വരാൻ മറ്റാരേക്കാൾ എളുപ്പമായെന്ന് എനിക്ക് തോന്നുന്നു. ഈ സ്ഥാപനം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ അതുപോലെ ഫിലിസ് സാറൊക്കെ ഇതിനകത്ത് ഇടപെട്ട് നമുക്കിത് സാധ്യമാക്കിയതിനെക്കുറിച്ച് നേരത്തെ കേട്ടല്ലോ. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്കിന്ന് ശാരീരികമായിട്ട് സ്വല്പം ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മാസ്കൊക്കെ വയ്ക്കേണ്ടി വന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ മാസ്ക് വയ്ക്കുന്നത്. പക്ഷെ അച്ഛൻ എന്നോട് പറഞ്ഞു, പിന്നെ മാസ്ക് വയ്ക്കാൻ ശാസ്ത്രീയമായി ഉള്ള തെളിവുകൾ ഹാജരാക്കി മാസ്ക് വെച്ചാൽ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഞാൻ ഇനി ഒന്ന് ചിന്തിക്കണം, വെക്കണോ വെക്കണ്ടയോ എന്ന മട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അച്ഛൻകുഞ്ഞ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അച്ഛൻകുഞ്ഞ് എനിക്ക് അവാർഡ് തരേണ്ട ഒരു വിവാഹ ശിശുവിൻ്റെ കാര്യം പറഞ്ഞില്ല. 14 മിനിറ്റ് 59 സെക്കൻഡ്. നിങ്ങളോർക്കും അതെൻ്റെ ചരിത്രപരമായൊരു നേട്ടമാണ്. പക്ഷേ എനിക്കത് ഏറ്റുപറഞ്ഞാൽ മതിയാണ്. അച്ഛൻകുഞ്ഞിനെ പേടിച്ച് മാത്രം നിർത്തിയാണ് ഞാൻ. സത്യകഥ. അച്ഛൻകുഞ്ഞിൻ്റെ മകളുടെ കല്യാണം പശ്ചാത്തലം. ഏജിയിലെ പയ്യനായതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് അവരെന്നെ വിളിച്ചു. ഏജി ഞങ്ങളങ്ങനെ ചെയ്തു വരുന്നത്. പക്ഷെ അച്ഛൻകുഞ്ഞായിരുന്നു മൊത്തം നടത്തിപ്പ്. മൊത്തം A-to Z അച്ഛൻകുഞ്ഞിൻ്റെ കൺട്രോളിലായിരുന്നു. ആ സാങ്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് എൻ്റെ വേദന മനസ്സിലാവും. പിന്നെ അച്ഛൻകുഞ്ഞ് എന്നോട് ഖണ്ഡിതമായി പറഞ്ഞു, 15 മിനിറ്റ് കൂടുതൽ 1 സെക്കൻഡ് പോലും എടുക്കാൻ പാടില്ല. അച്ഛൻകുഞ്ഞായതുകൊണ്ട് ഞാൻ അനുസരിച്ചേ പറ്റൂ. അതിനോട് ചേർത്ത് ഒരു വാചകം കൂടെ പറഞ്ഞു, 15 മിനിറ്റ് ആകുമ്പോൾ ഞാൻ മൈക്ക് ഓഫ് ചെയ്യും. അത് പുള്ളി ചെയ്യുന്ന ആളായതുകൊണ്ട് കുറേ അച്ഛന്മാരും മത്രാന്മാരും കൊണ്ട് ഏജിക്ക് നാണക്കേടുണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തതാണ്. അങ്ങനെ ഒരു കല്യാണം ഞാൻ ജീവിതത്തിൽ നടത്തുകയില്ല. അപ്പം ഞാൻ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആദരിച്ചാലോ, അതുകൊണ്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞേ പറ്റൂ എന്ന് കരുതി ഞാൻ. ഓൾറൈറ്റ്. ഞാൻ ഈ സംഗതി ഷിബു ഇടയ്ക്കിടയ്ക്ക് മിസ് ഔട്ടാണ്. ഒരു 5-6 വാക്കുണ്ടല്ലേ, ഗ്ലോബൽ മലയാളി പെന്തക്കോസ്റ്റ് കമോൺ. അപ്പം അത് പറയാത്ത നിങ്ങൾ ക്ഷമിക്കണം, ഇതുവരെ പഠിച്ചിട്ടില്ല. കാര്യം 2 മഹായോഗങ്ങൾ ഞാനും സമ്മതിച്ചായിരുന്നു അല്ലേ. ഞാൻ കൂടി സംസാരിക്കുകയൊക്കെ ചെയ്തു മുൻപ് ഓൺലൈൻ ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിൽ. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് സഹോദരിമാർ വന്നതിലും വരുത്തിയതിലും സന്തോഷം. ഞാൻ എൻ്റെ ഭാര്യ റോസ്മയെ അതുകൊണ്ട് കൊണ്ടുപോകും, ധൈര്യപ്പെടുത്തി. ഇന്ന് സഹോദരിമാർ കാണുമെന്ന് പറഞ്ഞു. റോസ്മയ്ക്ക് സാഹിത്യവുമായി നേരിട്ട് ഒത്തിരി ബന്ധമുള്ള ആളല്ല. ശിവ എന്നോട് പറയും, മെർലിന് ഒത്തിരി മലയാളം പഠിച്ചിട്ടില്ലാത്ത ആളാണെങ്കിലും ഷിബുവിൻ്റെ ഒരു കടുത്ത വിമർശകയായതുകൊണ്ട് നന്നായി എഴുതാൻ ഷിബു ശ്രദ്ധിക്കാറുണ്ട്. എന്നോട് പറഞ്ഞു, വിച്ച് ഇസ് വെരി ഗുഡ്. റോസമ്മ ഞാൻ എഴുതാത്തതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിൽ വിമർശിക്കുകയാണ്. എനിക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, അത് നന്നായിട്ട് വിമർശിക്കും. എഴുതിയാൽ വിമർശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഞാൻ പല സാഹിത്യ സമ്മേളനങ്ങളിൽ സംബന്ധിക്കാൻ ഭയങ്കര ഉത്സാഹമുള്ള ആളാണ്. പക്ഷേ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ലെന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചു, പ്രസംഗത്തിൽ നിന്ന് ക്രമേണ മാറേണ്ടി വന്നേക്കാം. പല വെല്ലുവിളികളുണ്ട്. ഒന്നാമത് ശരീരശക്തി, ശബ്ദത്തിൻ്റെ സംഗതിയൊക്കെ ആയിട്ട് ഒത്തിരി കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എഴുത്തിലേക്ക് ഒന്ന് ഗംഭീരമായിട്ട് മാറാം എന്ന് കരുതുക ഇപ്പം ഞാൻ. പക്ഷെ അതിനൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ഒച്ചപ്പാടും ബഹളവും വയ്ക്കാതെ വല്ലതുമൊക്കെ ഗുണമുള്ളത് എഴുതാൻ വേണ്ടി ഗൗരവമായി ചിന്തി തുടങ്ങണം എനിക്ക്. ഞാൻ ഒരു വചനം വേണമല്ലോ ഇവിടെ. സഹോദരന്മാർ ഇവിടെ
പാട്ട് പാടിയപ്പോൾ ഞാനൊരു റിവൈവൽ മീറ്റിംഗ് ആകുമെന്ന് ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ കുഞ്ഞുള്ളപ്പോൾ അത് നടക്കത്തില്ല. പുള്ളി അന്യഭാഷയുടെ ഗ്രാമർ തെറ്റ് കാണുന്നതാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടി വരും, ഭയങ്കര ഉടക്കാം. അപ്പോൾ അത് നമുക്ക് വേറെ നടത്താം. ഇന്നിപ്പോൾ പ്യുവർ സാഹിത്യത്തിലേക്ക് നമുക്ക് മടങ്ങേണ്ടി വരും. ഓൾറൈറ്റ്. പക്ഷെ ഒരു വചനം നമുക്ക് വായിക്കാം. ആരാ സഹോദരന്മാരിൽപ്പെട്ട് നിങ്ങളെടുത്ത് വായിക്കുമല്ലോ. എനിക്ക് ഒരു വാക്യം ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് സാഹിത്യപരമായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് മുമ്പോട്ട് സാഹിത്യപരമായി തന്നെ സംസാരിക്കാനാണ് എൻ്റെ താല്പര്യം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ഒരാൾ വായിക്കും. ലൂക്കോസ് 1-ന്റെ 1 മുതൽ 3 വരെ. ബ്യൂട്ടിഫുള്ളി സ്റ്റേറ്റഡ്. നിങ്ങളുടെ സാഹിത്യകാരന്മാർ പത്രപ്രവർത്തകർക്ക് ഉണ്ടല്ലോ, ഈ വചനം ഗംഭീരമായ സാഹിത്യ രചനയുടെ ഒരു ഇൻസ്ട്രക്ഷനാണ്. പ്രിസൈസ്ലി സ്പീക്കിംഗ്. ഞാൻ അടുത്തിടയ്ക്കാണ് ആ മട്ടിൽ ഈ വാക്യം വായിക്കും. ഞാൻ സാറിന് പ്രസംഗിക്കുമ്പോൾ വചനത്തിൻ്റെ ശിശുഷന്മാരെന്ന വാക്ക് എൻ്റെ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ പ്രസംഗിക്കാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അടുത്തിടയ്ക്ക് എൻ്റെ വായനയിൽ മാറിയ ഒരു ചിന്താധാര ഡെവലപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. എങ്ങനെ ക്രൈസ്തവ സാഹിത്യം രചിക്കണം എന്നത് സംബന്ധിച്ച് 1-2 നല്ല നിർദ്ദേശങ്ങൾ ഇതിനകത്ത് ലൂക്കോസ് അറിഞ്ഞോ അറിയാതെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ ഹിസ്റ്ററി പറയും പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സസ്, ടെർഷ്യറി സോഴ്സസ്. അതാണ് എഴുത്തിൻ്റെ ഒരു ക്രമം. പ്രൈമറി സോഴ്സസിൻ്റെ നമ്പർ 1 ഓൺ ദ പ്രയോറിറ്റി ലിസ്റ്റ് ഐ വിറ്റ്നസ് ആണ്. ഐ വിറ്റ്നസ്. ഇവിടെ നോക്കുക, വചനത്തിനകത്ത് എത്ര മനോഹരമായിട്ടാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യം മുതൽ കണ്ട സാക്ഷികൾ എന്നുള്ളത് മലയാളത്തിൽ സാക്ഷി എന്നാണ്. ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഗ്രീക്ക് ഇറ്റ് ഈസ് ഐ വിറ്റ്നസ്. ഡയറക്ട്ലി ഐ വിറ്റ്നസ്. അപ്പം നേരിട്ട് കണ്ടവരെ വേണം എൻ്റെ ഈ എഴുത്തിന് ഉപയോഗിക്കാൻ. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു ചരിത്രമെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് നമ്മൾ വിചാരിച്ച ഹിസ്റ്ററി അല്ല. പ്രവൃത്തി പുസ്തകം എഴുതിയതും ലൂക്കോസ് ആണ്, നിങ്ങൾക്കറിയാം. പ്രവൃത്തി 1-ലും ഞാൻ 2ാമത്തെ ചരിത്ര രചന. 1-ാമത്തത് ലൂക്കോസ് സുവിശേഷം, 2ാമത്തത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അപ്പം 2ഇടത്തും ചരിത്രം എന്ന വാക്ക് മലയാളത്തിൽ ഉണ്ടെങ്കിലും ഒറിജിനലി അതിൻ്റെ ഒറിജിനൽ വാക്ക് പരിശോധിച്ചാൽ ഇറ്റ്സ് എ നരേറ്റീവ്, എ നരേഷൻ, എ നരേറ്റീവ് എന്നാ പറയാം. നരേറ്റീവ് ഈസ് നോട്ട് സിംപിളി ഹിസ്റ്ററി. വെറും ചരിത്രമല്ല നരേറ്റീവ്. സംഭവങ്ങളുണ്ട്, ഉപമകളുണ്ട്, സാദൃശ്യങ്ങളുണ്ട്, വ്യക്തികളുടെ പരാമർശങ്ങളുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നരേറ്റീവ് ശരിയാകും. ഞാൻ പറയുന്നതല്ല, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹെറഡോട്ടസ് അവരുടെ എല്ലാ എഴുത്തുകളെ പണ്ടേ കാലത്ത് നരേറ്റീവ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ ലൂക്കോസ് ചെയ്യുന്നത് ഒരു നരേറ്റീവ് എഴുതുകയാണ്. അദ്ദേഹം പറയും, ഇൻ മൈ നരേഷൻ എനിക്ക് നമ്പർ 1 ഐ വിറ്റ്നസ്സസ് വേണം. ഐ വിറ്റ്നസ് ഉണ്ടെങ്കിൽ ഒതൻറ്റിസിറ്റി ഉണ്ടാവും. അപ്പോൾ ഐ വിറ്റ്നസ്സസ് ഉണ്ട്. ഇത് 2ാമത് നമ്മുടെ ഇടയിൽ പറഞ്ഞു വരുന്ന സംഗതികൾ, അത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ് ഇസ് കുറെ നാളായിട്ട് വെർബലായിട്ട് പറഞ്ഞു വരുന്ന അതുകൊണ്ടാണ് ലോഗോസ് എന്ന വാക്ക് ഞാൻ നിങ്ങളോടെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഇത് മനസ്സിലാവില്ല, ക്ഷമിക്കണം. ഇതിനകത്ത് ഗ്രീക്കിൻ്റെ കടന്നുകയറ്റമുള്ളത് കൊണ്ട് ലോഗോസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം വേർഡ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദ വേർഡ് എന്നതിന് ലോഗോസ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നു. താഴോട്ട് വരുമ്പോൾ പിന്നെയും ലോഗോസ് ഉണ്ട്. അത് മലയാളം ബൈബിളില് വാർത്ത എന്ന വാക്കാണ്. നോക്കി, ഈ വാക്യത്തിനകത്ത് വാർത്ത, ദാറ്റ്സ് അഗെയിൻ ലോഗോസ്. അപ്പൊ 1ാമത്തത് വേർഡ് ഓഫ് ഗോഡ്, 2ാമത്തത് വർത്തമാനം, കമ്മ്യൂണിക്കേഷൻ ഓഫ് വേർഡ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ചിന്തനീയമായി തോന്നി. അപ്പോൾ ദൈവത്തിന്റെ വചനം പങ്കുവെച്ചവരുണ്ട്, ഐ വിറ്റ്നസ്സസ് ഉണ്ട്. അപ്പൊ പ്രസംഗം നമ്പർ 2. നമ്പർ 1 ഐ വിറ്റ്നസ്, നമ്പർ 2 പ്രസംഗം എന്ന വേർഡ് ഓഫ് ഗോഡിന്റെ കമ്മ്യൂണിക്കേഷൻ. നമ്പർ 3 നമ്മുടെ ഇടയിൽ നാളുകളായി പറഞ്ഞും പതിഞ്ഞും വന്നിരിക്കുന്ന കുറെ വർത്തമാനങ്ങൾ, ലോകിയ കമ്മ്യൂണിക്കേഷൻ.
എന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട അടുത്ത സംഗതി, എല്ലാ റൈറ്റേഴ്സും ശ്രദ്ധിക്കാവുന്നതാണ്. അതിൻ്റെ നിശ്ചയം നീ അറിയണം, വേറെ ഇറ്റ് ഈസ് ഒതന്റിക്. ഈ പറഞ്ഞു വരുന്ന കാര്യം ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം, നിശ്ചയം ഉണ്ടാകണം. അടുത്തത് ക്രമമായി എഴുതുക. ഒരു റൈറ്റിങ്ങിനകത്ത് ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്, ക്രമത്തിൽ എഴുതി. ഒരുപാട് സ്കാറ്റേഡ് ഡൈവേഴ്സ് ചിന്താധാരകളുണ്ട്, പറഞ്ഞ ഒത്തിരി കഥാകഥനങ്ങളുണ്ട്, ഒത്തിരി ഐ വിറ്റ്നസിങ് ഉണ്ട്, വേർഡ് ഓഫ് ഗോഡ് പ്രീച്ചേഴ്സ് പറഞ്ഞ റിലയബിളായ സോഴ്സസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം എനിക്കൊന്ന് ക്രമത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന് പറയല്ലേ സാംകുട്ടി, അതാണ് നിങ്ങൾ അടുത്ത് വായിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ചുമ്മാതെ ഊഹാപോഹമോ വല്ലവരും പറഞ്ഞതോ എഴുതാനല്ല. എഴുത്തുകാർ വേറെ കാണും, അതെല്ലാം ഇംപ്ലിക്കേഷൻ അപ്പോക്രിഫിക്കൽ റൈറ്റേഴ്സാണ്, സ്യൂഡോപിഗ്രഫിയാണ്. ഇങ്ങനെ കുറേ ചരക്കുകൾ കുറേ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അത് പോരാ, ഞാൻ ഇപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചിട്ടപ്പെടുത്തി ക്രമത്തിലാക്കി തെളിവുകൾ ഹാജരാക്കി സിസ്റ്റമറ്റൈസ് ചെയ്തിട്ട് ഒടുവിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സൂക്ഷ്മമായി പരിശോധിച്ച് എഴുതാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്കാണ് ഇങ്ങനെ ഇത് വായിച്ചത്. അതുകൊണ്ട് എല്ലാ എഴുത്തുകാരോടും ഞാൻ പറയുന്നു, ഈ വാക്യത്തിനകത്ത് ഹൗ ടു റൈറ്റ് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ, ക്രൈസ്തവ സാഹിത്യ രചനയുടെ അടിസ്ഥാന നിർദ്ദേശങ്ങൾ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ്റെ രചനയിൽ ഇൻട്രൊഡക്ഷനിൽ നല്ല ഇൻസ്ട്രക്ഷനായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പി രാമചന്ദ്രൻ്റെ ഒരു കവിതാ ശകലം ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുക, വേറെ പ്രൈസ്തലോട് ഒന്നും പറയാതെ. നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ ഈ സംവേദന രീതി ഒന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകൾ എനിക്കിഷ്ടം. ഇവിടെ ആരോ പറഞ്ഞതുപോലെ നേരമില്ലെങ്കിലും പരമാവധി വായിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ. കുറേ വർഷങ്ങളായിട്ട് വായന നടത്തിയാൽ കൊള്ളാമെന്ന താല്പര്യം എനിക്കുണ്ട്. അതുകൊണ്ട് വായന എനിക്കിഷ്ടമാണ്. എഴുതുമ്പോൾ ഇതെല്ലാം കൂടെ വരുമായിരിക്കും എന്നെങ്കിലും എനിക്ക് അറിയത്തില്ല, ഞാൻ എഴുതിയേക്കും. കുറച്ച് റീഡിങ്ങിന് എനിക്ക് മനസ്സുണ്ട് എന്ന് മാത്രം പറയുക. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നത്, വനിതകൾ വന്നപ്പോൾ സഹോദരിമാരെയും കൂടെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ട്, സഹോദരിമാർ നേരിട്ട് വേദപുസ്തക ഭാഗങ്ങൾ എഴുതിയതായിട്ട് കാര്യമായിട്ട് അറിവ് നമുക്കില്ലെങ്കിലും നിങ്ങളുടെ അറിവ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറേ പാസേജസ് ഉണ്ട് വനിതകൾ പറഞ്ഞിട്ടുള്ളൂ. അവർ നേരിട്ട് എഴുതിയെന്ന് അറിയത്തില്ലെങ്കിലും അവരുടേതായിട്ട് തന്നെ പറഞ്ഞ കുറേ പാസേജസ് ഉണ്ട്. ഒന്ന് മിരിയാമിൻ്റെ പാട്ട്, അവരുടെ അത് മിരിയാം തന്നെ പാടിയതാണ്. പിന്നെ ദെബോറയുടെ സന്ദേശം അവളുടെ മാത്രം ഡിസ്കോഴ്സാണ്. ഹന്നായുടെ പ്രാർത്ഥന, എസ്തറിൻ്റെ പരാമർശങ്ങൾ, ഹുൽദായുടെ പ്രവചനങ്ങൾ, മറിയയുടെ പ്രാർത്ഥന, ഇതെല്ലാം തിരുവഴുത്തിൽ നിങ്ങൾക്ക് അല്പം എലോങ്കേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അതെല്ലാം അവരുടെ വാമൊഴികളാണ്, അവരുടെ സാഹിത്യ സംഭാവനകളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ, എൻ്റെ ഭാര്യ റോസമ്മയുടെ ക്രിട്ടീക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ, സഹോദരിമാർക്കും സാഹിത്യത്തിൽ കുറേയൊക്കെ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഈ പിന്നാമ്പുറത്തിരിക്കുന്ന സ്കോളേഴ്സിന് അറിയാം, അടുത്തിടയ്ക്കല്ല, നമ്മുടെ നാത്സി പീഡനങ്ങളെക്കുറിച്ച് ഉള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിന് കാരണക്കാരിയായത് ആൻ ഫ്രാങ്ക് ആണ്. കേട്ടുണ്ടോ? ആൻ ഫ്രാങ്കിൻ്റെ ഡയറി വായിച്ചിട്ടുണ്ടോ? ഷാജും വായിച്ചിട്ടുണ്ട്. ആൻ ഫ്രാങ്കിൻ്റെ ചെറുപ്പകാലത്തെ ഡയറി കുറിപ്പുകളാണെന്ന് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന പരമസത്യങ്ങളായിട്ട് മാറി. ഒരു കൊച്ചു യഹൂദ കുട്ടി, അവൾ ഒളിവിൽ താമസിക്കുക, എപ്പോൾ വേണേൽ പിടിക്കപ്പെട്ടു, അവളെ കൊന്നു. ദാറ്റ്സ് അനദർ തിങ്, അനദർ സൈഡ് ഓഫ് ദ സ്റ്റോറി. പക്ഷേ ചുരുക്കം ചില വർഷങ്ങൾ ഇതൊരിക്കലും ആരും കാണില്ല എന്ന് കരുതി അവളുടെ ജീവിതത്തിൻ്റെ ചിന്താധാര, അവളുടെ ചില ലൈംഗികമായ ആസക്തികൾ പോലും മറയില്ലാതെ ഒരു തുറന്നെഴുത്ത് നടത്തി ആ പെണ്ണെഴുത്തിൽ ആ യുവതിയല്ല, അഡോളസന്റ്, അവൾ വളരെ യങ്ങായിരുന്നു. അത് പിൽക്കാലത്ത് ആ ഡയറി കണ്ടെത്തി. ആൻ ഫ്രാങ്ക് കൊല്ലപ്പെട്ടുവെങ്കിലും ഡയറി അത് കണ്ടെത്തിയത് കൊണ്ട്
ലോകോത്തര എഴുത്തായിട്ട് ആൻ ഫ്രാങ്കിന്റെ ഡയറി മാറുകയും നാസി ഭീകരതയെ ലോകത്തിന് മുമ്പാകെ വരച്ച് കാട്ടാൻ, തുറന്നു കാട്ടാൻ ആ ഡയറി കുറിപ്പുകൾ തുണയ്ക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കാം, നിങ്ങളിൽ എത്ര പേര് ഡയറി കൃത്യമായിട്ട് എഴുതുന്നുണ്ട്? എനിക്ക് നിങ്ങളുടെ കരങ്ങൾ കാണാൻ പറ്റുമോ? ജസ്റ്റ് വൺ. പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സാഹിത്യകാരന്മാരോട് പറയാം, സുഹൃത്തുക്കളെ, അടിയന്തരമായി ഡയറി എഴുതാൻ ആരംഭിക്കും. ഞാൻ 25 കൊല്ലമായി ഡയറി കൃത്യമായി എഴുതുന്ന ആളാണ്. ലാസ്റ്റ് 25 years. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നിസ്സാരം എഴുതുമെന്നാണ് ഇപ്പം കൈപൊക്കി എന്നോട് പറഞ്ഞത്. നിസ്സാര കാര്യമല്ല, ഒത്തിരി ഗുണമുണ്ട് ഡയറി എഴുതി. ഇപ്പം ആൻ ഫ്രാങ്കിനെ പോലെ നമ്മുടെ ഡയറി കുറിപ്പുകൾ ലോകത്ത് നന്മയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അനേക തവണ റെഫറൻസിനായിട്ട് എൻ്റെ ഡയറികൾ നോക്കിയിട്ടുണ്ട്, ഒരുപാട് സമയം, വളരെ കൃത്യമായി. അപ്പം ഞാൻ ഈ സാഹിത്യ സമ്മേളനത്തെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു, അടിയന്തരമായി എല്ലാവരും ഡയറി എഴുതണം. മനോരമയുടെ, മാതൃഭൂമിയുടെ കൃത്യമായ ഡേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. അത് സാഹിത്യപരമായ ഒരു പ്രധാനപ്പെട്ട സംഭാവനയാകും ഇൻ യുവർ ഫ്യൂച്ചർ. ഡയറി കുറിപ്പുകൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഒരു ഞാൻ സഹോദരന്മാർക്ക് വേണ്ടി ഇക്കാര്യം ഇങ്ങനെ ഒന്ന് പറഞ്ഞത്, സാക്കുട്ടി അച്ചുകുഞ്ഞൊക്കെ വായിച്ചിട്ടുണ്ടാകും, അവർ കുറച്ചുകൂടെ വായനക്കാരായതുകൊണ്ട് ഞാൻ പറയുക. അടുത്തിടയ്ക്ക് ഒരു സഹോദരി അവരെഴുതിയ പുസ്തകത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണ് ഞാൻ കുറിച്ചായിരുന്നു, കുറിച്ച് വെച്ചല്ലോ, അത് എവിടെയാണ് പോയത്, പിന്നെ കാണുമായിരുന്നു. ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം. ധനുജകുമാരി, സഹോദരിയുടെ പേര് ധനുജകുമാരി എന്നാണ്. എന്തെങ്കിലും ഷാജ, എന്തെങ്കിലും ഷിബു, മെസ്സേജ് നോക്കാൻ. എന്നോട് നിർത്താൻ പറയണമെന്നില്ല, ഒന്നോ അല്ല, എനിക്കൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അതാകാതെ ഞാൻ നിർത്തുകയില്ല. ഓക്കെ, ഈ വാക്ക് ഓർക്കണേ സഹോദരിമാരെ. എന്താണ് പേര്? ധനുജകുമാരി. ഞാനത് പറയാൻ കാര്യം, നിങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ല. അവർ സ്കൂൾ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയ ആളാണ്. ചെങ്കൽച്ചൂള അറിയാമോ? ട്രിവാൻഡ്രത്ത് KSRTC സ്റ്റാൻഡ് കഴിഞ്ഞ് പാളവളയ്ക്കടുത്തുള്ള സ്ഥലം നമുക്ക് കാണാം. ഇപ്പോൾ ഒത്തിരി ഡെവലപ്ഡായി. സർക്കാർ എവിടെയായിട്ട് ഒന്നും നടക്കാത്ത സ്ഥലമാണ്. ഞാനും വൈബും പരസ്യോഗം നടത്തിയിട്ടുണ്ട് ചെങ്കൽച്ചൂളയിൽ. നമുക്ക് സഭകളുണ്ട് അവിടെ. ചെങ്കൽച്ചൂളയിൽ പഠിപ്പ് വഴിയിലിട്ടിട്ട് അക്ഷരം പോലും എഴുതാൻ കഴിയാതിരുന്ന ഒരു പാവപ്പെട്ട ധനുജകുമാരി ജീവിതത്തോട് പോരാടി ജയിച്ചിട്ട് അതിജീവനത്തിൻ്റെ ഒരു മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് തന്നെ ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിത കഥയെന്ന ധനുജകുമാരി. അത് അവാർഡൊക്കെ വാങ്ങിയ ഒരു എഴുത്താണ്. പഠിപ്പില്ല, പത്രാസില്ല, പണിയെടുത്ത് കഷ്ടപ്പെട്ട് പൊടി പിടിച്ച ഇടത്തൊരു ജോലി ചെയ്തിട്ടും അവളുടെ അകത്തെ സർഗവാസന ചിറക് വെച്ചു. എന്നിട്ട് അവൾ ഒരു നല്ല കൃതി എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കും വല്ലതൊക്കെ എഴുതാൻ പറ്റും. നിങ്ങളുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന സർഗവാസനയെ ഉദ്ദീപിപ്പിച്ചിട്ട്, അതിനെ ബ്രിങ് ഔട്ട് ചെയ്തിട്ട്, അതിനെ പ്രചോദിപ്പിച്ചിട്ട് എഴുതാനുള്ള കഴിവുകൾ ദൈവം നിങ്ങൾ തന്നിട്ടുള്ളതിനെ ഉപയോഗിക്കണമെന്നും സാഹിത്യ രചനയ്ക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എല്ലാ പിന്തുണയും കൊടുക്കണമെന്നും ഞാൻ പറയുക. ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു വാചകം ജോൺ ബെനിയൻ്റെ വാചകമാണ്. എന്താണ് ജോൺ ബെനിയൻ്റെ പ്രസിദ്ധമായ ക്ലാസിക്കൽ കൃതി? ഏതാണ്? പരദേശി മോക്ഷയാത്ര, ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. പരദേശി മോക്ഷയാത്രയിൽ അത് എഴുതി കഴിഞ്ഞപ്പോൾ അന്നത്തെ ഗവൺമെൻറ് അയാളെ അറസ്റ്റ് ചെയ്തു. കാരണം സഭ പറയാതെ എഴുതാൻ പാടില്ലാത്ത കാലമാണ്. അറസ്റ്റ് ചെയ്തു. പിടിച്ചുകൊണ്ട് പോയപ്പോൾ തൻ്റെ വായിൽ നിന്ന് വന്ന ഏക വാചകം, കർത്താവേ, എൻ്റെ പാവപ്പെട്ട ഭാര്യയും മക്കളും. ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്ന് വന്ന വാക്ക്. ഞാനത് പറയുമ്പോഴെല്ലാം ഹൃദയത്തെയും സാഹിത്യകാരൻ വെച്ച് ഓർക്കുമ്പോഴെല്ലാം ചിന്ത എനിക്ക് വരും. എൻ്റെ പാവപ്പെട്ട ഭാര്യയും എൻ്റെ മക്കളും എന്ന് പറഞ്ഞ് വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിന് വേണ്ടി പോലീസിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ജോൺ ബെനിയനിൻ്റെ കണ്ണീരിൽ കുതിർന്ന എഴുത്താണ് നമ്മുടെ കയ്യിൽ ഇന്ന് വർഷങ്ങളെങ്കിലും ഒളിമങ്ങാതെ കിട്ടിയിരിക്കുന്ന പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം. വളരെ കൺസേൺ ആയിരുന്നു അദ്ദേഹത്തിന്. കേരളത്തിലെ മറ്റൊരു സാഹിത്യകാരൻ, പേര് ഞാൻ മറന്നുപോയി, അയാളുടെ ഭാര്യ ഒരു ദിവസം വൈകുന്നേരം അടുക്കളയിൽ നിന്ന് കോലായിലേക്ക് വന്നിട്ട് കവിയായ ഭർത്താവിനോട് പറഞ്ഞ ചിന്തിപ്പിക്കാവുന്ന മറ്റൊരു വാചകമുണ്ട്.
കുത്തിക്കുറിച്ചു കൊണ്ടിങ്ങിരുന്നാൽ അത്താഴ ഊണിന് എന്തു ചെയ്യും? വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ദ്യോതിക്കുന്ന വചനമാണ്. കുത്തിക്കുറിച്ചുകൊണ്ടിങ്ങനെ പകലന്ത്യോളം ഇരുന്നാൽ അത്താഴ ഊണിന് എന്താ ചെയ്യണം? സാഹിത്യകാരന്മാരാരും വലിയവരും പെരുമ്പടവോ ശ്രീധരനോ പിന്നെ ആരാ അല്ലെങ്കിൽ ദേസ്കവിസ്കിയോ അല്ലെ ആരാ, ഇങ്ങനെ കുറേ പേര്, ചിലപ്പോൾ ഇനി അച്ചക്കുഞ്ഞോ സാങ്കുട്ടിയോ, ഇങ്ങനെ അപൂർവ ആൾക്കാരെ സാഹിത്യം കൊണ്ട് ഉപജീവിക്കുന്നവരായിട്ടുള്ള ഈ രാജ്യത്ത്. വേറെ ആർക്കും അങ്ങനെ പറ്റുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന സാങ്കുട്ടി അച്ചക്കുഞ്ഞു വേറെ ജോലിയൊന്നുമില്ല. ഇതേ ഉള്ളൂ. അവരെഴുതിയോ ഇത് പറഞ്ഞോ ജീവിക്കുന്നവരാണ്. ഞാൻ അവരെ ഒരിക്കലും താത്തിക്കെട്ടി പറയല്ല. അവർ കരുത്തന്മാരാണ്. അതുകൊണ്ടാണ് സാഹിത്യ രചന കൊണ്ട് ഉപജീവിക്കാനും കുടുംബം പുലർത്താൻ അവർ കഴിയുന്നത്. 110% ആൾക്കാരായിരിക്കാം സാഹിത്യം സൃഷ്ടിച്ച് സാഹിത്യം വിറ്റുപജീവിക്കുന്നവർ. ബാക്കി ആർക്കത് പറ്റാറില്ല. ഇവിടെ എഴുത്തുകാരെല്ലാം ചോദിച്ചു, എല്ലാ എഴുത്തുകാരും ചോദിക്കും, നമ്മുടെ കേരളത്തിൽ പുസ്തകം വിറ്റ് മുതലാക്കി ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ക്രൈസ്തവ പെന്തക്കോസിൽ അതില്ല. ബാക്കി സഭതാക്കാരൻ പിന്നെയും മേടിക്കും. പെന്തക്കോസുകാർ കാശ് കൊടുത്ത് പുസ്തകം വാങ്ങുന്നത് അവർ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല. ഇതെല്ലാം ഫ്രീ ആവണമെന്നാണ് അവരുടെ ചിന്ത. ഇപ്പൊ ഷാജിനോട് ഞാനും ഒരു പുസ്തകം ഫ്രീ ആയിട്ട് മേടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ പൊതുവെ നമ്മുടെ വികാരം എല്ലാം തന്നെ കാശ് കൊടുക്കാതെ പുസ്തകങ്ങൾ ലഭിക്കണം. കഷ്ടപ്പെട്ട് വർഷങ്ങൾ കടുത്ത സവര്യ നടത്തി, തപസ് നടത്തി, ചിലപ്പോൾ രക്തത്തെ പേനാത്തുമ്പിൽ മഷിയാക്കി മാറ്റി കോറിയിടുന്ന സംഗതി വെറുതെ കിട്ടണമെന്ന് ശഠിക്കുന്ന ഒരു നാട്ടിൽ സാഹിത്യ രചന പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല, പിന്തുണയ്ക്കപ്പെടുന്നില്ല, കാശ് കൊടുക്കാറില്ല. ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ് സാഹിത്യ പ്രവർത്തനം എന്നും കൂടെ പറയാൻ എനിക്കിവിടെ താല്പര്യമുണ്ട്. ഞാൻ ചെറിയ ചില ചിന്തകൾ കൂടെ ഈ ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ സ്നേഹിതരെ, ലോകത്തിൽ എൻ്റെ പഠനത്തിലും വായനയിലും പ്രോപ്പഗൻഡ, റിലീജിയസ് പ്രോപ്പഗൻഡ, മത സൈദ്ധാന്തിക പ്രചാരണം ഏറ്റവും അധികം നടത്തുന്നതും ക്രിസ്ത്യാനിറ്റിയാണ്. ലോകത്തിൽ മറ്റൊരു മതവും അങ്ങനെ വളരേണ്ടി വന്നിട്ടില്ല. ലിറ്ററേച്ചറിലൂടെ, സാഹിത്യ പ്രവർത്തനത്തിലൂടെ മതവിശ്വാസം എല്ലാ കാലത്തും പ്രചരിപ്പിക്കുന്നതും ക്രിസ്തീയതയാണ് എന്നതുകൊണ്ട് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ പ്രിൻസിപ്പിൾ, നമ്മുടെ അസ്തിത്വ ലക്ഷണം പോലും ലിറ്ററേച്ചറാണെന്ന് ഞാൻ സ്ഥാപിക്കാൻ താല്പര്യപ്പെടുക. വിശുദ്ധ ബൈബിൾ ഉയർത്തിയ നാം എല്ലാം ജീവിച്ചത്, നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചത്, ഈ ബൈബിൾ സത്യങ്ങൾ പ്രചരിപ്പിച്ച നമ്മൾ മുന്നോട്ട് പോകുന്നത്, റൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതലേ ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കാം, ക്രിസ്ത്യാനിറ്റിയെ ലോകത്തിൽ മറ്റു മതക്കാരെ റോമൻ ഗ്രീഷ്യൻ റിലീജിയസ് ഇമ്പാക്റ്റിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയത് 2 വ്യത്യസ്ത റൈറ്റിംഗ്സ് ആണ്. ഒന്നിനെ വിളിക്കുന്ന അപ്പോളജറ്റിക്കൽ റൈറ്റിംഗ്സ്, രണ്ടാമത്തത് പോളമിക്കൽ റൈറ്റിംഗ്സ്. സാർമാർക്കൊക്കെ അറിയാം, ഞങ്ങളിതൊക്കെ കുറച്ച് പഠിക്കേണ്ടവരായിരുന്നു. ലോകം കണ്ട മികച്ച അപ്പോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഓറിഗൻ, സിപ്രിയൻ, ഐറേനിയസ്, അരിസ്റ്റൈഡസ്, ഇങ്ങനെ പോകുന്നു ആ നീണ്ട നിര. അവരെല്ലാം വിജാതീയ രാജാക്കന്മാർ അവരെ പീഡിപ്പിക്കുമ്പോൾ സാർമാരെ, യമാനെ, ഞങ്ങൾ ക്രൈസ്തവർ ലോകത്തിനൊരു ദോഷവും ചെയ്യുന്നില്ല, നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞങ്ങൾ സമാധാനകാംക്ഷികളാണ്, ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല, വെറുതെ ഞങ്ങളുടെ ആൾക്കാരെ ഉപദ്രവിക്കല്ലേ, കൊല്ലല്ലേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരെഴുതിയ മഹത്തായ എഴുത്തുകളെ വെച്ചിരിക്കുന്ന കാറ്റഗറി അപ്പോളജറ്റിക്കൽ റൈറ്റിംഗ്സ് എന്ന കാറ്റഗറിയിലാണ്. വിശ്വാസ പ്രതിരോധ ശാസ്ത്രം എന്നാണ് ആ ഡിവിഷന്റെ പേര്. അപ്പൊ കുറെ കാലം അത് ചെയ്താണ് ക്രൈസ്തവ സഭ ഗണ്യമായി മുന്നോട്ട് പോയത്. രണ്ടാമത്തെ കാറ്റഗറി വിഭാഗം പോളമിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്, അത് വിശ്വാസ സംസ്ഥാപന ഖണ്ഡന പ്രക്രിയ. അതായത് യഹോവ സാക്ഷികളുടെ വിശ്വാസം, അല്ല ഇസ്ലാം മതം, AP പൈലി എഴുതിയ ഇസ്ലാം മത ശോധന, പഴയ ഒരു പുസ്തകമാണ്. ഞങ്ങളുടെ ബാബു ജോർജ് പാസ്റ്റർ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് യഹോവ സാക്ഷികളുടെ തനി നിറം. എത്ര എഡീഷൻസ് ആണെന്നറിയാമോ?
പാസ്റ്റർ ബാബുവിൻ്റെ ആ പുസ്തകങ്ങൾക്ക്. അതിനെ വിളിക്കുന്ന പേര് പോളമിക്കൽ. ഇറ്റ്സ് നോട്ട് അപ്പോളജറ്റിക്കൽ, പോളമിക്കൽ. അതായത് മറ്റ് വിശ്വാസങ്ങളെ, ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചെഴുതുമ്പോൾ അത് പോളമിക്കൽ റൈറ്റിംഗ് ആണ്. ഓക്കെ, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കൃതികളെ അപ്പോളജറ്റിക്കൽ റൈറ്റിംഗ്സ് എന്ന് വിളിക്കും. അപ്പൊ ക്രൈസ്തവ സഭ കുറെ കാലം വളർന്നത് ഈ രണ്ട് വ്യത്യസ്ത എഴുത്ത് രീതികൾ അവലംബിച്ചുകൊണ്ടാണ്. ഡിവൈൻ കോമഡി എന്നൊരു പുസ്തകം പിന്നീട് ഡാന്റെ എഴുതിയ ഡിവൈൻ കോമഡി നിങ്ങൾക്കറിയാമായിരിക്കും. കാലം കുറച്ച് മുന്നോട്ട് പോയി നാം എത്തി നിൽക്കുന്ന പെന്തക്കോസ്റ്റിന്റെ ഈ അനന്ത സാധ്യതയുടെ പിന്നാമ്പുറം ഓടിച്ച് പരിശോധിച്ച തുടക്കം മാർട്ടിൻ ലൂതറിന്റെ ആധ്യാത്മിക വിപ്ലവത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, മാർട്ടിൻ ലൂതർ ട്രാക്റ്റിന്റെ ആളായി പിന്നെ ആ പുസ്തകം എഴുതിയത്. അന്നത്തെ റോമൻ കത്തോലിക്ക മതത്തെ പിടിച്ചു കുലുക്കിയ അടിസ്ഥാന ചിലകളെ ആത്മാവിൽ അട്ടിമറിച്ച കരുത്തുറ്റ എഴുത്തുകളുടെ വ്യക്താവാൻ മാർട്ടിൻ ലൂതർ മാറിയെങ്കിൽ 5 പ്രധാനപ്പെട്ട ട്രാക്ട്സ് ആണ് ആ റോമൻ അടിത്തറയെ ഇളക്കിയത്. എല്ലാം ഞാൻ പറയുന്നില്ല. ഒന്നിന്റെ പേര് ദ ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി ഓഫ് ദ ചർച്ച്, കേട്ടിട്ടുണ്ടോ? ബാബിലോണിയൻ. രണ്ടാമത്തത് ക്രിസ്ത്യൻ ലിബേർട്ടി, ഈ 2 ട്രാക്റ്റുകൾ, പേജുകൾ മാത്രം ട്രാക്റ്റുകൾ കൊണ്ട് അത്ഭുതം ചെയ്ത ഒരു ക്രൈസ്തവ സാഹിത്യ പ്രവർത്തനത്തിന്റെ തുടർച്ചയായിട്ടാണ് നാം ഇന്ന് സാഹിത്യം ചമയ്ക്കുന്നത്, സാഹിത്യം വിതരണം ചെയ്യുന്നത്. എല്ലാം ഇർവിംഗൈറ്റ്സ്, ജാൻസണൈറ്റ്സ്, ഷെയ്ക്കേഴ്സ്, കോയിക്കേഴ്സ്, ഹോളിനസ്, പെന്തക്കോസ്തുകാരെല്ലാം സാഹിത്യം രചിച്ച തലമുറകളായി 1500 മുതൽ ഇങ്ങോട്ട് ഇവിടെ വരെ നിൽക്കുമ്പോൾ സാഹിത്യ രചന മുഖമുദ്രമാക്കി അങ്ങനെ ലോകത്തെമ്പാടും സാഹിത്യത്തിലൂടെ ക്രൈസ്തവതയെ വളർത്തി വലുതാക്കിയ ഒരു മഹത്തായ പാരമ്പര്യം നമുക്കുണ്ട് എന്നോർത്തിട്ട് വേണം നാം എല്ലാവരും സാഹിത്യം രചിക്കാൻ, സാഹിത്യത്തിനെ പ്രചരിപ്പിക്കാൻ, സാഹിത്യം പറയാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കാൻ എന്ന് ഞാൻ എല്ലാ എഴുത്തുകാരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്നത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജോൺ വിക്ലിഫ്, കേട്ടിട്ടില്ലേ? ജോൺ വിക്ലിഫിന്റെ കരുത്ത് ട്രാക്റ്റായി. ജോൺ വിക്ലിഫിന്റെ ഫോളോവേഴ്സിനെ ലൊല്ലാഡ്സ് എന്ന് വിളിക്കും. ലൊല്ലാഡ്സ് എന്ന ശരിക്കും മലയാളം പൂവർ, ഇംഗ്ലീഷ് പൂവർ പ്രീസ്റ്റ് എന്ന്, പാവപ്പെട്ട പട്ടിണിക്കാര പ്രസംഗരെന്ന് അവരെ കളിയാക്കി വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം അവർ ചെയ്ത വലിയൊരു കാര്യം ഇന്നും പെന്തക്കോസ്ത്. ഞാനും പി ജി മാത്യു പാസ്റ്ററുമായിട്ട് അല്പം സംസാരിച്ചപ്പോൾ അദ്ദേഹം പരസ്യോഗം എളമ്പൽ ചർച്ചിൽ 1970 ആ ഭാഗത്ത് നടത്തിയ ആളാണ്. ഞാനും ഭാര്യയും പരസ്യോഗത്തിന് ഇഷ്ടം പോലെ പോകുന്നയാളാണ്. എനിക്ക് എൻ്റെ ഹരം പരസ്യോഗം ട്രാക്ട് കൊടുക്കലും പ്രിയരെ, നിങ്ങൾ എത്ര പണ്ഡിതന്മാരായാലും, ഏത് മികച്ച സാഹിത്യന്മാരായാലും, ഏത് ബൈബിൾ സ്കോളേഴ്സ് ആയാലും, ഏത് മികച്ച ടീച്ചേഴ്സ് ആയാലും, ഞാൻ ഈ യോഗത്തിൽ ശക്തമായി സംസ്ഥാപിച്ചു പറയുന്നു, ക്രൈസ്തവര് പരസ്യങ്ങൾ നടത്തണം. ലഘുലേഖ മടിക്കാതെ മറക്കാതെ കൊടുക്കണം. ലളിതമായി യേശുവിനെ സാക്ഷിക്കണം. അത് ലൊല്ലാടി ആയാലും ഈ ആധുനിക കാലത്ത് സുവിശേഷീകരണമായാലും അച്ചടിച്ച വചനം ആത്മീയാണ് സുഹൃത്തുക്കളെ. ആത്മീയ ഭയങ്കര പവർഫുൾ ടൂളാണ് ദൈവപരമായി. ഇവിടെ പണ്ട് പഠിച്ച ഒരാൾ ജയേഷ്, പിന്നിസാർ ഓർത്തൊന്നും അറിയത്തില്ല, ജയേഷ് എന്ന ഞങ്ങളുടെ പഴയ വിദ്യാർത്ഥി കുണ്ട്രക്കാരനും വാടക മുറിയിൽ താമസിച്ചത് എന്നോട് പറഞ്ഞു. അവർ ഹിന്ദുക്കളായിരുന്നു. അവനും അച്ഛനും അമ്മയും പെങ്ങളെ കൂടി ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ ഇന്ത്യ എവരി ഹോം ക്രൂസേഡ്, കേട്ടില്ല? കോട്ടയംകാരൻ. ഇന്ത്യ എവരി ഹോം ക്രൂസേഡിൽപ്പെട്ട പ്രവർത്തകൻ ആരോ വന്ന് വാതിൽ പാളിക്ക് അടിയിൽ കൂടെ ഇട്ട ഒരു ട്രാക്ട് അമ്മ കഞ്ഞി വെക്കുമ്പോൾ അത് വേകുന്നതിന് മുൻപ് ഈ ജയേഷ് വായിച്ചു. അന്ന് യേശുവിനായി സമർപ്പിച്ചു. വീട്ടുകാരെല്ലാം കർത്താവിനായി സമർപ്പിച്ചു. ട്രാക്ട് അത്ഭുത ശക്തിയുള്ള ഒരു കരുത്തുള്ള ലേഖനമാണ്. അപ്പോ എഴുത്തിനകത്ത് ഗംഭീര പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുക. ആരും ഒരിക്കലും കുറിപ്പുകളെല്ലാം തീർക്കാറില്ല. അവിടെ ഞാനും ഇന്ന് തീർക്കുന്നില്ല. ഞാൻ ക്ലോസ്, സമയം ഏതാണ്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കവിത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പി രാമചന്ദ്രൻ കേട്ടുണ്ടോ ആരെങ്കിലും സുഹൃത്തുക്കളെ? ഷാജ, പി രാമചന്ദ്രൻ. ജോൺസൺ കേട്ടോ? നല്ല കാര്യം. ജോൺസൺ നാട്ടുകാരനാണ്, കണ്ണൂരുകാരനാണ്. പി രാമചന്ദ്രൻ. രാമചന്ദ്രൻ്റെ ഒരു കവിത ഞാൻ വായിക്കുന്നു. എനിക്ക് വളരെ
ഞാൻ ആദ്യം വായിച്ച വചനം പോലെ, ക്ഷമിക്കണം ഞാൻ പറയുന്നത്, ആ വചനം പോലെ ഹൃദ്യമായിട്ടുള്ള പല കവിതകളുണ്ട്. നമ്മൾ തിരുവഴുത്തിന്റെ പ്രാമുഖ്യത്തെ കുറയ്ക്കുന്നില്ല, പക്ഷെ എന്നെ സ്വാധീനിച്ച ഒരുപാട് നോൺ ക്രിസ്ത്യൻ കൃതികളുണ്ട്, ഒരുപാട് ഈടുറ്റ കവിതകളുണ്ട്. അതെന്നെ ഗണ്യമായി ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ എന്നും സഹായിച്ചിട്ടുണ്ട്. ഈ കവിതയും വളരെ മനോഹരമാണ്. ശ്രദ്ധിക്കുക. ഇവിടെയുണ്ട്, ഒരു പക്ഷിയെക്കുറിച്ചാണ്. ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി. പക്ഷി പറയുക, ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാകും ഞാൻ എന്നതിൽ സാക്ഷ്യമായി അടയിരിക്കുന്നതിൻ്റെ ചൂട് മാത്രം മതി. എത്ര മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണിത്. അർത്ഥമാച്ച എല്ലാ സാഹിത്യകാരന്മാരോടും ഞാൻ സംസാരിക്കുക. ലോകമെന്നും പറഞ്ഞുവിട്ട ഏത് വെല്ലുവിളി ഉയർത്തിക്കോട്ടെ, വി വിൽ കീപ് ഓൺ റൈറ്റിംഗ്. എഴുതിക്കൊണ്ടേയിരിക്കാം. നമുക്ക് പറച്ചിൽ നിൽക്കുന്നൊരു കാലമുണ്ട്, വായ അടയ്ക്കുന്നൊരു കാലമുണ്ട്. നിർബന്ധമായിട്ട് പറയുന്നെല്ലാം ഇവിടെ ചിലപ്പോൾ മുടങ്ങുമായിരിക്കും വീഡിയോ ഉള്ളത് കൊണ്ട്. പക്ഷേ ഗ്രന്ഥങ്ങൾക്കാണ് നമ്പർ 1 പ്രയോറിറ്റി. എഴുത്താണ് കാതം, എഴുത്താണ് നിത്യം, എഴുത്തിനാണ് തുടർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കൂ, ഈ വാചകങ്ങൾ ഒരു കൊച്ചുകളിയാണ്. ഞാനും ഇവിടെ ഉണ്ട്, എല്ലാ എഴുത്തുകാരും പറയുന്നില്ല. ഇവിടെ ഞാനും ഉണ്ട് എന്നറിയാൻ മധുരമായി ഒന്ന് ചെറുതായി കൂവിയാൽ മാത്രം മതി. മധുരമായ ഒരു പാട്ട് പാടാനാണ്, കിളിക്കൊഞ്ചലാണ് നമ്മുടെ അതരത്തിൽ ദൈവം തന്നതെങ്കിൽ അങ്ങനെ അത് കൊഞ്ചി പറയാം, ചെറുതായി ഒന്ന് കൂകി പറയാം, ഞാനിവിടെ ഉണ്ട് എന്ന് എല്ലാവരും കേൾക്കട്ടെ. രണ്ടാമത്തത്, ഇവിടെ ഞാൻ ഉണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നതിന് വേറെ എനിക്ക് മേൽവിലാസമൊന്നും വേണ്ട. ഞാൻ കൊത്തി താഴെയിട്ട ഒരു തൂവൽ മാത്രം മതി. ഒരു ഉപ്പൻ ഇവിടെ കൂടുകെട്ടിയിരുന്നു, അല്ലെ ഒരു കിളി, ഒരു ചെങ്കാലി, അല്ലെ മറ്റൊരു ഒരു തത്തമ്മ ഇവിടെ കൂടി വെച്ചിരുന്നു എന്ന് ലോകമറിയാൻ ഒരു തൂവൽ കൊത്തി താഴെയിട്ടിട്ട് പറന്നുപോയാൽ മതി. നമ്പർ 3, ഇനിയും ഉണ്ടാകും ഞാൻ. അതാണ് നമ്മുടെ സാഹിത്യ രചനകൾ, സൃഷ്ടികൾ. നാം ഇത് ചമച്ചിട്ട് പോവുകയാണ്. ലോകത്തോട് പറയുന്നു, ഞാൻ അടയിരുന്ന വേദന അനുഭവിച്ച ആളാണ്. എൻ്റെ മുട്ടകൾ ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ ചൂട് പകർന്ന മുട്ടകൾ ബാക്കി വെച്ചിട്ട് ഞാൻ പറന്നു പോവുകയാണ്. ഇനി ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. സാഹിത്യം തുടരട്ടെ, എഴുത്ത് അപമൂലം തുടരട്ടെ. അതിനായി ദൈവം നിങ്ങളെ എല്ലാവരും തുണയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും.